ഇന്ന് എൻ്റെ വീട്ടുമുറ്റത്തെ അടുക്കളത്തോട്ടത്തിൻ്റെ വിളവെടുപ്പാണ് കേട്ടോ. ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഇതിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ഇന്ന് വിളവെടുപ്പാണ്. മുളകും വഴുതനയും പയറും ഒക്കെ ആയി തുടങ്ങി. ഇവിടെ തക്കാളി, വഴുതന, മുളക്, വെണ്ട, അതുപോലെ വെള്ളരി, ചിരങ്ങ എല്ലാം കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളാവശ്യത്തിന് കുറേശ്ശെയായിട്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇതാ വിളവായിട്ടുണ്ട്. പയറൊക്കെ കുറച്ചായിട്ടുണ്ട്, കുറച്ച് ആയി വരുന്നുണ്ട്. നമ്മൾ വീട്ടാവശ്യത്തിനുള്ളത് നമുക്ക് തന്നെ വീട്ടുമുറ്റത്ത് സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ സ്ഥലമില്ലാത്ത പോലാണെങ്കിൽ ചാക്കിലൊക്കെ മണ്ണ് നിറച്ചിട്ട് അല്ലെങ്കിൽ പൂച്ചട്ടിയിലൊക്കെ നട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇത് തൈകളൊക്കെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. തൈയും വളം ഒക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ പണിക്കാരനെ വിളിച്ചിട്ട് നിലമൊരുക്കി നട്ടതാണ്. ഇപ്പോൾ വിളവായപ്പോൾ ഭയങ്കര സന്തോഷം. അത് നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ വിളവെടുക്കുമ്പം അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. പിന്നെ ഞാനിവിടെ പുതിയൊരു കൃഷി ഉണ്ടാക്കിയിട്ട്, പുതിയ കൃഷിയല്ല, ഈ കൂർക്കലില്ലേ, കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന കൂർക്കൽ, അത് കൃഷി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് തക്കാളിയാണ്. തക്കാളിയൊന്നും ആയി തുടങ്ങണുള്ളൂ. പിന്നെ അതിനൊക്കെ കോട്ടലും കുത്തി അതിന് നേരം വെളുത്ത് പണിയൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അങ്ങനെ നനക്കാനും കാര്യത്തിനൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു മനസ്സുഖം, അതിനെ പറിക്കുമ്പോൾ അതിലേറെ ഒരു മനസ്സുഖം. പിന്നെ കൂർക്കൽ കൃഷി ചെയ്തിട്ട് ഞാൻ കറി വെക്കാൻ കൊണ്ടുവന്ന കൂർക്കൽ നട്ടിരുന്നു. അപ്പോൾ അതിന് പിന്നെ ഇലകൾ നന്നായിട്ടുണ്ടായി. ആ തണ്ട് നട്ടതാണിത്. ഇത് നട്ടിട്ട് 3 മാസമായി. ഇനി 1 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുക്കുക. അപ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ പോവും, ഇലയൊക്കെ ഉണങ്ങിപ്പോവും. അപ്പോഴാണ് ഇത് കളച്ചെടുക്കൽ. ഇത് പാടത്തുണ്ടായ ചീരയാണ് കേട്ടോ. പാടത്തിന് കൊടുത്താണ് ചീര കൃഷിക്ക് വേണ്ടിയിട്ട്. നല്ല ഉഷാറായിക്കണ വിളവ് എടുക്കൽ തുടങ്ങി. ഇത് ഹോൾസെയിലായിട്ട് ഇവിടെ തന്നെ ആൾക്കാർ ഒന്ന് രാവിലെ വന്ന് വാങ്ങിപ്പോവും. നല്ല ചീരയാണ്. കൃഷിൻ്റെ വിശേഷങ്ങളുമായിട്ട് പിന്നെ വരാം ഇൻഷാ അല്ലാഹ്.